അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക. ഈ ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് വരട്ടെ. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഈ വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതാ ഒരു അരിപ്പയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ചൂടോടുകൂടി തന്നെ ചെയ്യാം. അപ്പം നല്ലോണം എന്താ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നല്ല ചൂടുള്ള ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ പാൽ എടുക്കേണ്ടത്. നമ്മൾ മാഷ് ചെയ്തെടുക്കുന്ന ഉരുളക്കിഴങ്ങ് ചൂട് മാറിയിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ തിളപ്പിച്ചാറിയ പാലല്ല എടുക്കേണ്ടത്. ചെറിയ ചൂടുള്ള പാല് വേണം എടുക്കേണ്ടത്. ഇനി പാലും ഉരുളക്കിഴങ്ങും കൂടി ഒന്നുകൂടി ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും പാലും ചേർത്ത് ഇതാ ഒന്ന് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. മെൽറ്റ് ചെയ്ത ബട്ടർ വേണം എടുക്കാനായിട്ട്. ബട്ടർ ഒരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഇതായി എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട വേണം എടുക്കാനായിട്ട്. അഥവാ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന കോഴിമുട്ട ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം എടുക്കാനായിട്ട്. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മുട്ട ബീറ്റ് ചെയ്തത് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. 2ാമത്തെ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഒരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക. മാവ് ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. മാവ് നല്ലോണം 2 മിനിറ്റ് കുഴച്ച് സോഫ്റ്റാക്കി ഇതാ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ തന്നെ കുറച്ച് സമയം മൂടി വെക്കാം. ഇപ്പം നമ്മൾ മാവ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ, മാവ് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ വീണ്ടും ഒരു 2 മിനിറ്റ് ഇതാ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്.
ഇനി ഇത് വീണ്ടും നമ്മൾ ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ കുഴച്ചെടുത്ത മാവ് വീണ്ടും ബൗളിൽ വെച്ച് കൊടുക്കാം. വീണ്ടും ഇത് ഒരു 20 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ വീണ്ടും 20 മിനിറ്റ് മാവ് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് ഡബിൾ സൈസായിട്ട് ഇതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ബൗളിൽ നിന്ന് കൗണ്ടർ ടോപ്പിലേക്ക് വെക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇതാ മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. വീണ്ടും ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വീണ്ടും ഒരു 2 മിനിറ്റ് ഇതാ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ തന്നെ നമുക്കൊരു കോട്ടൺ തുണി വെച്ച് മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇത് ഡബിൾ സൈസായിട്ട് പൊങ്ങി വരുന്നത് വരെ ഇരിക്കട്ടെ. ഞാൻ കുറച്ച് സമയം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം മാവ് ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവിൻ്റെ പുറത്ത് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. ഇനി മാവിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ മൈദ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. മെല്ലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കനത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഒരുപാട് കനം കുറച്ച് പരത്തരുത്. ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കുക. ലെവൽ ചെയ്ത് കൊടുക്കുക. അതാ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുത്ത മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ 100 ഗ്രാം ചീസ് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. വലിയ ഹോളുള്ള ഹോളിൽ കൂടി വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും. നമ്മൾ ചീസൊക്കെ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറയും. അത്രയ്ക്ക് നല്ല ഒരു ടേസ്റ്റാണ് നമ്മളിതിൽ ചീസൊക്കെ ചേർത്തതുകൊണ്ട്. മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ബട്ടർ എടുത്തിട്ടുള്ളത് ഉപ്പുള്ള ബട്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാത്തത്. ഉപ്പില്ലാത്ത ബട്ടറാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ചീസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയാവും. ചീസിലൊക്കെ ഉപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുത്ത ബട്ടറിലും ഉപ്പുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാവ് കുഴച്ചപ്പോൾ ഉപ്പ് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളിതിൽ ചീസൊന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് റോൾ ചെയ്തെടുക്കാം. മെല്ലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും മൈദ തട്ടി കുടഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മൈദ ഇട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കുക. ബാക്കിയുള്ള മാവ് തട്ടിക്കുടഞ്ഞെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ റോൾ ചെയ്തെടുത്ത മാവ് വെച്ച് കൊടുക്കുന്നത്. മാവങ്ങ് വെച്ച് കൊടുക്കുക. മാവൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് ഡബിൾ സൈസ് ആകുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു കോട്ടൺ തുണിയുണ്ടോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ ഉണ്ടോ ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ മാവ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഡബിൾ സൈസായിട്ട് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ ഒരു അരിപ്പയിട്ട് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കാം. ഒന്ന് വിതറി ഇതുപോലെ അരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ ഒന്ന് അരിച്ച് ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം.
ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് ബേക്കായി വരട്ടെ. ഇപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മുകൾ ഭാഗമൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അഥവാ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 10-15 മിനിറ്റ് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഗ്ലേസിങ്ങും സോഫ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം ഇത് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാറും. ഇനി ഈ പാത്രം നല്ല ചൂടാണ്. ഈ പാത്രത്തിൽ നിന്നും ഇത് പുറത്തെടുത്ത് ചൂട് മാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം ഇതിൻ്റെ ചൂട് ചെറിയൊരു ചൂടുണ്ട്, ഒരുപാടങ്ങ് ചൂട് മാറിയിട്ടില്ല. ഇതിൻ്റെ സൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇപ്പം സൈഡൊക്കെ വിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാം. സൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു സ്പാച്ചില വെച്ചോ അല്ലെങ്കിൽ കത്തി വെച്ചോ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ല, അടിക്കൊന്നും പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് തിരിച്ചിടാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. നല്ല മണമാണ്. ചീസൊക്കെ വന്നുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ബ്രെഡ് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ബ്രെഡ് തയ്യാറാക്കി നോക്കുക. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ബ്രെഡ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്